നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന കേസിൽ നടൻ ശ്രീജിത്ത് രവിക്ക് ജാമ്യം. 1 ലക്ഷം രൂപ കെട്ടിവെക്കുകയും പാസ്പോർട്ട് ഹാജരാക്കുകയും വേണം. കുട്ടികൾക്കെതിരായ അതിക്രമ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ പച്ചക്കൊടി. നിർമ്മാണ മേൽനോട്ടത്തിന് പ്രത്യേക സമിതി. പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കിയാൽ വൻതുക പിഴ ഈടാക്കും. സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കുമെന്ന് കടന്നപ്പള്ളി. വൻകിട ജ്വല്ലറി ഉടമകളിൽ നിന്ന് കോഴ വാങ്ങിയെന്ന പരാതിയിലും KM മാണിക്കെതിരെ ത്വരിതാന്വേഷണം. പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമിക നിഗമനം. വാഹന ഡീലർക്ക് പിഴ ഇളവ് കൊടുത്തുവെന്ന പരാതിയിൽ ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ FIR. മുത്തലാഖ് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ സത്യവാങ്മൂലം. വ്യക്തി നിയമത്തിൽ മാറ്റം വരുത്തുന്നതിന് കോടതികൾക്ക് അധികാരമില്ല. നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം. ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷം നിയന്ത്രിച്ച വിവാദ ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. പ്രവൃത്തി ദിനം മുഴുവൻ നീണ്ട ആഘോഷം വേണ്ടെന്ന ഉത്തരവ് പിൻവലിച്ചത് മന്ത്രി ഇടപെട്ടതിന് പിന്നാലെ. ദേശീയ പൊതുപണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം. പൊതുഗതാഗതം നിലച്ചു. ബംഗാളിൽ സമരത്തെ കർക്കശമായി നേരിട്ട് സർക്കാർ. ഉത്തരേന്ത്യയിൽ കാര്യമായ പ്രതികരണമില്ല. പ്രതിരോധ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി വിയറ്റ്നാമിലേക്ക്. ചൈനയിലെ G20 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഭീകരത പ്രധാന ചർച്ചയാകും. Able to create the room for the turn and it's deflected in. Messi will be claiming it. Argentina make the breakthrough just before half time. And who else? അന്താരാഷ്ട്ര ഫുട്ബോളിലേക്കുള്ള തിരിച്ചുവരവ് ആഘോഷമാക്കി ലിയണൽ മെസ്സി. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ മെസ്സിയുടെ ഗോളിൽ അർജന്റീന ഉറുഗ്വയെ തകർത്തു. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. വിദ്യാർത്ഥികൾക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന കേസിൽ നടൻ ശ്രീജിത്ത് രവിക്ക് ഉപാധികളോടെ പാലക്കാട് കോടതി ജാമ്യം അനുവദിച്ചു. ശ്രീജിത്ത് രവി 1 ലക്ഷം രൂപ കെട്ടിവെക്കുകയും പാസ്പോർട്ട് ഹാജരാക്കുകയും വേണം. കുട്ടികൾക്കെതിരായ അതിക്രമം തടയുന്ന പോസ്കോ നിയമപ്രകാരം കേസെടുത്ത നടപടി തെളിയിക്കാൻ പ്രാഥമികമായി കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഒറ്റപ്പാലം പോലീസ് ചുമത്തിയ കുട്ടികൾക്കെതിരായ അതിക്രമം തടയുന്ന വകുപ്പായ പോക്സോ നിലനിൽക്കുന്നതല്ലെന്ന വാദമാണ് ശ്രീജിത്ത് രവിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഗോപിനാഥ് ഉയർത്തിയത്. ഇത് കൃത്യമായി പ്രതിരോധിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇതെല്ലാം കണക്കിലെടുത്തായിരുന്നു അഡീഷണൽ മജിസ്ട്രേറ്റ് KP ഇന്ദിര നടന് ജാമ്യം അനുവദിച്ചത്. ശ്രീജിത്ത് രവി തന്റെ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. 1 ലക്ഷം രൂപയുടെ ബോണ്ടും 2 ആൾ ജാമ്യവും എല്ലാ ആഴ്ചയും ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്നുമുള്ള വ്യവസ്ഥയിലാണ് ജാമ്യമെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. പ്രതിഭാഗത്തിന്റെ പല വാദങ്ങളും പ്രതിരോധിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതിരുന്നതും ശ്രദ്ധേയമായി. ഇന്ത്യൻ പീനൽ കോഡിലെ 354A, IPC 509, കേരള പോലീസ് ആക്ടിലെ 11(9)B, പോസ്കോ പ്രകാരമുള്ള 11-12 വകുപ്പുകളാണ് നടനെതിരെ പോലീസ് ചുമത്തിയിരുന്നത്. അതേസമയം ഉപാധികളോടെയുള്ള ജാമ്യമായതിനാൽ താനിപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ലെന്ന് ശ്രീജിത്ത് രവി അറിയിച്ചു. ക്യാമറമാൻ രതീഷൻസിക്കൊപ്പം ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ അഡ്വക്കേറ്റ് സന്തോഷ് എഴുത്തച്ഛൻ, ശ്രീജിത്ത് രവിയുടെ സുഹൃത്ത്, അഭിഭാഷകനുമാണ്. ഡോക്ടർ CJ ജോൺ, മനഃശാസ്ത്രജ്ഞൻ. അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ, നിയമവിദഗ്ധൻ. അഡ്വക്കേറ്റ് K ഹരിദാസ്, പാലക്കാട്ടെ അഭിഭാഷകൻ. ശ്രീ സുഭാഷ് ബാബു, റിട്ടയർഡ് പോലീസ് ഓഫീസർ എന്നിവരാണ് ഈ ഘട്ടത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് സന്തോഷ് എഴുത്തച്ഛൻ, താങ്കൾ ശ്രീജിത്ത് രവിയുടെ അടുത്ത സുഹൃത്താണ്. കാലങ്ങളായി അദ്ദേഹത്തെ അറിയാം. ഈ വിഷയം ഉണ്ടായ ശേഷം ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ ഇതിലെന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ ശ്രീജിത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം താങ്കളോട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. എന്താണ് ശ്രീജിത്ത് ഇക്കാര്യത്തിൽ താങ്കളോട് പറഞ്ഞത്? എന്ത് സംഭവിച്ചു എന്നാണ് ശ്രീജിത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം? ഹലോ, ശ്രീ സന്തോഷ് എഴുത്തച്ഛൻ, താങ്കൾക്ക് കേൾക്കാമോ? ഞാൻ ശ്രീജിത്ത് രവിയായിട്ട് സംസാരിച്ചിരുന്നു ഈ കാര്യത്തില്. ശ്രീജിത്ത് രവി പറഞ്ഞത്, ശ്രീജിത്ത് രവി അദ്ദേഹത്തിന്റെ ബിസി ഷൂട്ടിംഗ് ഷെഡ്യൂളിലായിരുന്നു. അന്ന് രാവിലെ അദ്ദേഹം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലായിരുന്നു. പോകുന്ന വഴിയില് അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു പറഞ്ഞു, ഒരാളെ കൂടി വഴിയിൽ നിന്ന് കയറ്റാനുണ്ട്, ഒന്ന് വഴിയിൽ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം റോട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത്, അതൊരു രാവിലെ സമയമായിരുന്നു, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു റോഡായിരുന്നു. അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. റോഡിന്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് നിന്ന സമയത്ത് കുട്ടികൾ അതിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്. ഇദ്ദേഹം ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഫോണിൽ വരുന്ന മെസ്സേജസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് ഈ വണ്ടി ഒതുക്കിയിട്ടതും ഇദ്ദേഹം മറ്റ് പരിസരം നോക്കാതെ ഈ ഫോണിൽ സംസാരിക്കും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് അവർക്കത്ര രസിച്ചില്ല.
അതിലാരോ വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് കയർത്തു, വണ്ടി മാറ്റിയിടാൻ പറഞ്ഞ് അരോചകമായി സംസാരിച്ചു. അവിടുന്ന് അവർ തമ്മിലൊരു വാക്ക് തർക്കം പോലെ ഉണ്ടായി. അദ്ദേഹം അവിടുന്ന് വണ്ടിയെടുത്ത് പോവുകയും ചെയ്തു. ആ പ്രത്യേക വ്യക്തിക്ക് അതിലുണ്ടായ ഒരു മാനസികമായ ഇൻസൾട്ട്, അതിലൊരു ഈഗോ ആണ് ഇതിനെ ഈ ഒരു രീതിയിലേക്ക് വളച്ചൊടിച്ച ഒരു കേസാക്കി കൊണ്ടുവന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ശ്രീജിത്തും താങ്കളോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും. ഈ പ്രത്യേക വ്യക്തി എന്ന് പറയുന്നത് അറിയാവുന്നയാളാണോ? ഈ ശ്രീജിത്തിന് അറിയാവുന്ന ആരെങ്കിലും ആണോ? ശ്രീജിത്ത് ആ നാട്ടുകാരനല്ല. ശ്രീജിത്ത് തൃശ്ശൂർ നിവാസിയാണ്. അദ്ദേഹത്തിന് യാതൊരു പരിചയമില്ല. ഈ കുട്ടികളൊന്നും ആ ചിത്രത്തിലെ ഉണ്ടായിരുന്നില്ല എന്നാണ് ശ്രീജിത്ത് പറയുന്നത് അല്ലേ? കുട്ടികളെ ശ്രീജിത്ത് ശ്രദ്ധിച്ചിട്ടില്ല. ശ്രീജിത്തിൻ്റെതായ കാര്യങ്ങളിൽ അവിടെ വ്യാപൃതനായിരുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ ഫോണിൽ വരുന്ന കോളുകൾ ശ്രദ്ധിച്ചു, അതിൽ വരുന്ന മെസ്സേജസ് നോക്കി. തിരക്കുണ്ടായിരുന്നത് കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സമയം അദ്ദേഹത്തിന് ചെയ്തു തീർക്കാനുണ്ടായിരുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു. മെസ്സേജസ് നോക്കാനുണ്ടായിരുന്നു, വാട്സപ്പ് നോക്കാനുണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹം ശ്രദ്ധിക്കുകയായിരുന്നു. ആ പരിസരത്ത് കൂടെ കുട്ടികൾ പോകുന്നുണ്ടോ, ഒന്ന് മാറിയിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒന്നും കൂടി ഒതുങ്ങി നിൽക്കണമെന്നോ എന്ന് ആ ഒരു സ്ഥലകാലം അദ്ദേഹം ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ. അതല്ലാതെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വേറെ ഒന്നും ഉണ്ടായില്ല. അവിടുന്ന് ഇടപെട്ട കുറച്ച് മുതിർന്ന ആൾക്കാർ, അവരിലുണ്ടായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ അടുത്ത് വണ്ടി മാറ്റിയിടാൻ പറഞ്ഞപ്പോഴുള്ള പ്രതികരണത്തിലുണ്ടായിട്ടുള്ള ഒരു ഇൻസൾട്ട്, അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഈഗോ, അതിനെ വളച്ചൊടിച്ച് അവരുടെ ആ പ്രാദേശികമായിട്ടുള്ള ഇൻഫ്ലുവൻസും കൂടി ഉപയോഗിച്ച് ഒരു വളച്ചൊടിച്ചൊരു കേസ് ഉണ്ടാക്കി. ഇദ്ദേഹം ഒരു സെലിബ്രിറ്റിയും കൂടി ആവുമ്പോൾ പിന്നെ കൂടുതലായിട്ട് അതാണ് ശ്രീ സന്തോഷ്. ശ്രീജിത്തിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അദ്ദേഹത്തെ ചിരപരിചിതനുമാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും റോഡ് അരികിൽ അദ്ദേഹം നിൽക്കുന്നത് കണ്ടാൽ ആളുകൾ ചെല്ലും, പ്രത്യേകിച്ച് കുട്ടികൾ അടക്കമുള്ളവരാണെങ്കിൽ അവർ ചെല്ലും, സെൽഫി എടുക്കാൻ ശ്രമിക്കും, അദ്ദേഹവുമായി സംസാരിക്കാൻ ശ്രമിക്കും. ഇതൊക്കെയാണല്ലോ ഉണ്ടാകാറ്. അതല്ലാതെ ഒരു ചലച്ചിത്ര താരം, ഒരു സിനിമാ നടൻ റോഡ് അരികിൽ വാഹനം നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ എന്ന് പറഞ്ഞ് അവിടെ പോയി വഴക്കുണ്ടാക്കുകയല്ലല്ലോ സാധാരണ നാട്ടുകാരൊന്നും ചെയ്യാറുള്ളത്. പ്രത്യേകിച്ചും ആ നാട്ടുകാരനല്ലാത്ത ഒരു താരം അദ്ദേഹത്തെ അവിടെ ചെല്ലുമ്പോൾ ഒരു ആരാധനാഭാവത്തോടെ അദ്ദേഹത്തിന് അടുത്തേക്ക് പോവുക എന്നതല്ലാതെ ഈ രീതിയിലൊരു വാക്കുതർക്കം അവിടെ ഉണ്ടാകും എന്നതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വാദമല്ലേ? അല്ല, ആരാധനാഭാവത്തിൽ ചിലപ്പോൾ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, തീർച്ചയായിട്ടും. പക്ഷെ മറ്റു മുതിർന്ന ആൾക്കാർക്ക് ആരാധന തോന്നിക്കൊള്ളുന്നില്ല. പൊതുജനങ്ങൾ പല വിധത്തിലാണല്ലോ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ്. ഒരാൾക്ക് മറ്റാളെ ഏത് രീതിയിൽ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ആരാധനയോട് കാണണോ, അത് ഇവൻ ഇത്രയും വലിയ ആളാണോ ഈ റോഡിന്റെ സൈഡിൽ നിർത്തി ശ്രദ്ധിക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുമ്പോൾ ഈ ഫോണിൽ സംസാരിക്കുകയും മറ്റു കാര്യങ്ങൾ സ്വന്തം കാര്യം മാത്രം നോക്കിയിരിക്കുകയാണ് എന്നുള്ളൊരു രീതിയിൽ ഒരു ഈഗോ വരാലോ. ഇവനൊരു വലിയവനാണ് എന്നുള്ളൊരു തോന്നൽ വേണമെങ്കിൽ വരാലോ. തുടരണം സന്തോഷ്, ഈ ചർച്ചയിൽ താങ്കൾ ഉണ്ടാവണം. ഞാൻ വരാം. അഡ്വക്കേറ്റ് ഹരിദാസ്, ഇന്ന് താങ്കൾ പാലക്കാട് കോടതിയിൽ ഈ കേസിൻ്റെ പ്രാഥമികമായ വാദം നടക്കുന്ന ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്കെതിരായ അതിക്രമം തടയുന്ന പ്രത്യേക നിയമപ്രകാരമുള്ള കേസും ശ്രീജിത്തിനെതിരെ നിലനിൽക്കില്ല എന്ന് കോടതിക്ക് പറയേണ്ടി വന്നത്? അത്രത്തോളം ദുർബലമായിരുന്നോ പ്രോസിക്യൂഷൻ, അതോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടന്നുവെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? അഡ്വക്കേറ്റ് ഹരിദാസ്, കേൾക്കാമോ? കേൾക്കാം. ഞാൻ ചോദിക്കുന്നത് ഇന്ന് പാലക്കാട് കോടതി അപ്രകാരം യാതൊരു നിഗമനത്തിലും എത്തിയിട്ട് പറഞ്ഞോളൂ. യെസ്, കേൾക്കാം. പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് ഇതിൽ പോലീസ് എടുത്ത നടപടിക്രമങ്ങൾ തുടക്കം മുതലേ വലിയ പാളിച്ച പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. 27 സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ അന്വേഷണ സംവിധാനത്തിൽ ആധുനികമായ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമ്മൾ മൊബൈൽ ട്രാക്കിംഗ് എല്ലാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. അദ്ദേഹത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഇന്ന് കാലത്താണ്. നമുക്ക് അടുത്ത കാലത്ത് കേരള പോലീസിൻ്റെ ജനകീയ മുഖം ഒക്കെ കൊടുക്കണമെന്നാണ് നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ആഗ്രഹം, സർക്കാരുകളുടെയും പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെയൊക്കെ ആഗ്രഹം. പക്ഷേ പോലീസ് ചെയ്യുന്നത് എന്താ? ഏത് നിയമപ്രകാരമാണ് ഇന്ന് അദ്ദേഹത്തെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്? എന്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നില്ല? പല കേസുകളിലും പോലീസ് ചെയ്യുന്നൊരു പൊതു സമീപനം അടുത്ത കാലത്ത് കാണുന്നത്, ആളെ കസ്റ്റഡിയിലെടുത്തു എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തുക. അത് തന്നെ ക്രിമിനൽ നടപടിക്രമ നിയമത്തിൻ്റെ പ്രാരംഭമായ ലംഘനമാണ്. അതാണെന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ കോടതി ജാമ്യം കൊടുത്ത സംഭവത്തെ സംബന്ധിച്ച് ഒരു തരത്തിലും ഒരു നീതി ലംഘനം ഉണ്ടായിട്ടില്ല. കാര്യം
ഇത് പോക്സോയിലെ 11ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അതിൻ്റെ 12ാം വകുപ്പ് പ്രകാരമാണ് ശിക്ഷ. അതുപോലെ തന്നെ കേരള പോലീസ് ആക്ടിലെ 119(1)(2) വകുപ്പുകൾ പ്രകാരമാണ്, അതായത് ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക, കുട്ടികളുടെ ഫോട്ടോ എടുക്കുക, ഇപ്രകാരമുള്ള കുറ്റമാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. മറ്റൊന്ന് 509 IPC. ഇതെല്ലാം 3 വർഷത്തിൽ താഴെ ശിക്ഷ കൊടുക്കാവുന്ന കുറ്റം മാത്രമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പാലക്കാട് മജിസ്ട്രേറ്റ് അല്ല ജാമ്യം കൊടുക്കുന്നത്, ഇത് സ്പെഷ്യൽ കോടതിയാണ്. ഈ പോക്സോ പ്രകാരം നിശ്ചയിക്കപ്പെട്ട പ്രത്യേക അധികാരമുള്ള കോടതിയാണ്. പാലക്കാട് 1ാമത്തെ അഡീഷണൽ സെഷൻസ് ജഡ്ജിയാണ് ഈ കേസ് ജാമ്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജാമ്യം കൊടുക്കേണ്ട കേസാണ് ഇത് എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന് എനിക്ക് പറയാനുണ്ട്. 2009 നമ്മുടെ CRPC അമെൻഡ് ചെയ്തു. 31/12/2009 മുതൽ 41A 41ാം വകുപ്പാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട CRPC വകുപ്പ്. അതിൽ 41A എന്ന ഒരു വകുപ്പ് കൂട്ടിച്ചേർത്തു. അതുമായി ബന്ധപ്പെട്ട് 7 വർഷം വരെ തടവ് കൊടുക്കാവുന്ന കുറ്റം ചെയ്യുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. 41A വകുപ്പ് പ്രകാരം ഒരു നോട്ടീസ് കൊടുത്താൽ മതി. ആ നോട്ടീസ് നമ്മൾ അറസ്റ്റിൻ്റെ ഉദ്ദേശം എന്താ? ഈ സാക്ഷികളെ കണ്ട് ചോദ്യം ചെയ്യണം, ഇദ്ദേഹത്തെ തിരിച്ചറിയണം, എന്തെങ്കിലും മുതലുകൾ ബന്ധവസ്ഥെടുക്കണമെങ്കിൽ അതെടുക്കണം. ഇതൊക്കെയാണ് അറസ്റ്റോ റിമാൻഡോ മറ്റു കാര്യങ്ങളോ അതാണ് ചെയ്യേണ്ടത്. മാത്രമല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2014 അർണേഷ് കുമാറും സ്റ്റേറ്റ് ഓഫ് ബീഹാർ, അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിൽ വളരെ കൃത്യമായി പറഞ്ഞു, 7 വർഷം വരെ തടവ് കൊടുക്കാവുന്ന കുറ്റങ്ങളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പോലീസ് അറസ്റ്റ് ചെയ്യാം. എങ്ങനെ? ഈ പ്രതി നാട് വിട്ടു പോകാൻ സാധ്യതയുണ്ടോ? അത്തരം സാഹചര്യത്തിൽ മാത്രം അറസ്റ്റ് ചെയ്താൽ മതിയെന്ന് 41A 2ാമത്തെ ഉപവകുപ്പ് പറയുന്നു. ഒന്നുകൂടി ഞാൻ പറഞ്ഞേട്ടെ, കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ മറ്റൊരു നിർദ്ദേശം കൂടി ബഹുമാനപ്പെട്ട ലോ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതി 7 വർഷം അർണേഷ് കുമാർ കേസിൽ 7 വർഷം എന്ന് പറഞ്ഞത് 10 വർഷമാക്കി മാറ്റാനുള്ള പരിഗണന 41A വീണ്ടും ഭേദഗതി ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ജനറൽ വളരെ പൊതുവായ ഒരു വിശദീകരണമാണ്. എല്ലാ കേസിലും അങ്ങനെ നിർബന്ധമായി അറസ്റ്റ് ഒഴിവാക്കണമെന്നൊന്നുമില്ലല്ലോ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. 16-17 വയസ്സുള്ള പെൺകുട്ടികളാണ് പരാതിയിലുള്ളത്. ഒരു കൂട്ടം കുട്ടികൾ ഉണ്ട്. അവർ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ മേധാവി വഴി കൊടുത്ത പരാതിയാണ്. അതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ആരോപണ വിധേയൻ പ്രതി നാട് വിട്ടു പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമൊന്നും എടുക്കാൻ നമ്മളെ കൊണ്ട് ആവില്ല. അത് പോലീസാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസ് തീരുമാനിച്ചു. അങ്ങനെ അറസ്റ്റ് ഉണ്ടായി. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ അങ്ങനെയാണോ? പോലീസിന് എന്തെങ്കിലും അക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആരോപണ വിധേയൻ ഒരു ചലച്ചിത്ര താരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവാം എന്നതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മറ്റേതെങ്കിലും ഒരു തരത്തിലുള്ള വേറൊരു സമീപനം സ്വീകരിക്കേണ്ട സാഹചര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ തന്നെ എല്ലാ കേസിലും, ഇത്തരത്തിലുള്ള എല്ലാ കേസുകളിലെയും പോലെ തന്നെ ഇവിടെയും പോലീസ് ഇടപെട്ടു എന്ന് കാണാനാകുമോ? തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് സെലിബ്രിറ്റി ഉണ്ടോ, മന്ത്രിയുണ്ടോ, MLA ആണോ, അല്ലെങ്കിൽ രാഷ്ട്രീയമാണോ, സമുദായ നായകനാണോ നോക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇതേമാതിരിയുള്ള അസാൻമാർഗികമായ രീതിയിലുള്ള പെരുമാറ്റത്തിനെ സംബന്ധിച്ചിട്ട് യാതൊരു രീതിയിലുള്ള പരിഗണനയും ആർക്കും കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനെ കൊടുക്കുന്നത് തന്നെ പോലീസ് തെറ്റാണ് ചെയ്യുന്നതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ ഈ പോക്സോ നിയമത്തിൽ 11ാമത്തെ വകുപ്പിൽ പറയുന്നത് ഇങ്ങനെ അശ്ലീലമായ ആംഗ്യം കാണിച്ച് കുട്ടികൾ കാണണം കേൾക്കണമെന്ന് എഴുതി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു കുറ്റമാണ്. ആ സമാനമായ കുറ്റങ്ങളാണ് ബാക്കിയുള്ള വകുപ്പുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു സ്കൂൾ വിത്ത് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയോടാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പോക്സോ അതിനകത്ത് ചുമത്തിയിരിക്കണം. കാരണം ഇതിനു വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ ഒരു നിയമമായതുകൊണ്ട് ആ നിയമത്തിൻ്റെ വകുപ്പുകൾ ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ ബാക്കിയുള്ള വകുപ്പുകൾ ഇടാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതാണ് പോലീസ് ചെയ്യുന്നത്. IPC-യിലായാലും ശരി, IPC-യിലെ ശിക്ഷയും ഈ ശിക്ഷയൊക്കെ ഏതായാലും 3 കൊല്ലം വരെയുള്ള ശിക്ഷയാണ്, ഫൈനുമാണ് പറയുന്നത്. അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം ചെയ്ത് കുട്ടിക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പരാതി മുഖവിലയ്ക്ക് പോലീസ് എടുക്കണം. അതിനേക്കാൾ ശ്രദ്ധയോടുകൂടി കോടതി അത് കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിലായിരിക്കും ജാമ്യം കൊടുത്തിരിക്കുക. ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് കോടതിക്ക് തീരുമാനിക്കുക. അതിൽ ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. പക്ഷേ എന്നാൽ തന്നെയും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ, നേരത്തെ ഇവിടെ പ്രസ്താവിച്ച് കണ്ട കാര്യം വെറുതെ അവിടെ നിന്നൊരു വ്യക്തിയെ നാട്ടുകാർ മാറണമെന്ന് പറഞ്ഞ് അതിലുള്ള ഈഗോ കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞൊന്നും ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തായാലും ഒരു നടപടിയോ ഏതായാലും അവിടെ ഉണ്ടാകാൻ സാധ്യതയും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അശ്ലീലമായ ആംഗ്യമോ ഭാഷയോ എന്തെങ്കിലും അവിടെ കാണിച്ചിട്ടുണ്ടാവണം.
അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടി അങ്ങനെ ആളുകൾക്ക് പരാതി ഉണ്ട്, ആളുകൾ മുഖാന്തരമാണ് പരാതി കൊടുക്കേണ്ടത്. ഈ കുട്ടി സ്കൂളിൽ പോയി പരാതി കൊടുത്ത് സ്കൂളിൽ അവർ പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് അവർക്കത് ബോധ്യപ്പെട്ടതിന് ശേഷം പോലീസിലേക്ക് പരാതി വരുന്നതും ആ പരാതി അന്വേഷിക്കുന്ന അവസരത്തിൽ ഈ കുട്ടിയെ മറ്റാളുകളെയും ചോദിച്ചിട്ടുണ്ടാവും. ആ ചോദിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംശയങ്ങൾ ഒഴിവാക്കി അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അന്നേരം തന്നെ റെക്കോർഡ് ചെയ്യണമെന്ന് എവിടെയും നിയമമൊന്നും പറഞ്ഞില്ല. അങ്ങനെ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിനോട് ചോദിച്ചു, അദ്ദേഹത്തിന് ചോദിച്ച വിവരങ്ങൾ പറഞ്ഞു, അത് വെരിഫൈ ചെയ്തതിനു ശേഷം ഒരു സാവകാശം കൊടുത്തതിനു ശേഷം പോലീസിന് ഉത്തമ ബോധ്യം വന്നു, പ്രഥമദൃഷ്ട്യാ കേസുണ്ടെന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യം വന്ന സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്യുള്ളൂ. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ 24 മണിക്കൂറുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരാളെ കസ്റ്റഡി എടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഇന്ത്യയിൽ ഇവിടെ നിയമമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ന്യായമായിട്ട് ഹാജരാക്കിയിട്ടുണ്ട്. ഹാജരാക്കിയതിന് ശേഷം കോടതി ഈ പ്രാഥമികമായിട്ട് തെളിവുണ്ടോ നോക്കിയിട്ട് റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ചും കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷമാണ് ജാമ്യം കൊടുക്കേണ്ടത്. കോടതിക്ക് അത് കൊടുക്കാൻ പറ്റില്ല എന്നൊന്നും പറയില്ല. പക്ഷെ എന്നാൽ തന്നെ കുട്ടികളോട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജാമ്യം കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനെ സംബന്ധിച്ച് നാടുവിട്ട മാത്രമൊന്നുമല്ല, എന്നുള്ളതാണ് അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂഷൻ ദുർബലമായിട്ടുണ്ടോ എന്നൊരു സംശയം ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ വളരെ വേഗത്തിൽ ജാമ്യം കൊടുത്ത് പോകാവുന്ന ഒരു തരത്തിലുള്ള കേസായിരുന്നോ ഇത്? അങ്ങനെയാണോ സാധാരണ ഇത്തരം ഈ കുട്ടികൾക്കെതിരായ അതിക്രമം തടയുന്ന ഈ പ്രത്യേക നിയമപ്രകാരമുള്ള കേസിലും അങ്ങനെ വേഗത്തിൽ ജാമ്യം ലഭിച്ചു പോകാറുണ്ടോ? ഇല്ല, സാധാരണ ഇല്ല. 3 കൊല്ലം വരെ ശിക്ഷയാണ്. 3 കൊല്ലം വരെ ശിക്ഷയായാൽ തന്നെയും പിന്നെ ഈ സാധാരണ രീതിയിൽ 7 കൊല്ലം വരെയുള്ള ആൾക്ക് നോട്ടീസ് കൊടുക്കാമെന്നൊരു പ്രൊവിഷനുണ്ട്. പക്ഷേ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ജാമ്യം കൊടുക്കുമ്പോൾ നാട് വിട്ടുപോയാലോ സാക്ഷിയെ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ സ്വാധീനിക്കുന്ന രീതിയിൽ ഈ പ്രതികളിൽ നിന്ന് പ്രശ്നമുണ്ടാക്കുകയും അദ്ദേഹം തുടർന്ന് കുറ്റം ചെയ്യുമോ എന്നും അതേമാതിരിയുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ പോലീസിനെ അത് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിനെ അറിയിച്ച് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡ് ചെയ്തതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിരുന്നു. അത് ശരിയായ രീതിയിൽ കോടതി പരിശോധിച്ച് നോക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് മുഴുവൻ തെളിവ് കോടതി മുമ്പാകെ ഹാജരാക്കുകയോ ചെയ്യാതിരുന്ന സാഹചര്യത്തിലായിരിക്കും ജാമ്യം കിട്ടുന്നത്. സാധാരണഗതിയിൽ സംശയിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് സന്തോഷ് എഴുത്തച്ഛൻ, ഇവിടെ ഈ കുട്ടികൾ ഇദ്ദേഹത്തെ ശ്രീജിത്തിനെ തിരിച്ചറിയുന്നു. ശ്രീജിത്ത് ആ സമയത്ത് ആ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ നമ്പർ പരിശോധിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നു. ചില കാര്യങ്ങളിൽ അദ്ദേഹം മൊഴി നൽകിയതായി വാർത്തകൾ വരുന്നു. നമുക്ക് അത് സംബന്ധിച്ച് പോലീസിൻ്റെ ഔദ്യോഗിക വിശദീകരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ തർക്കിക്കുന്നില്ല. ചില മൊഴികൾ അദ്ദേഹത്തിൻ്റെതായി വന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു സംശയാസ്പദമായ സാഹചര്യം ശ്രീജിത്തിൻ്റെ കാര്യത്തിൽ അവിടെ ഉണ്ടായി എന്നത് ഒരു വാസ്തവമല്ലേ, ഒരു വസ്തുതയല്ലേ? അത്തരം കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിവില്ലാത്തതാണ്. ശ്രീജിത്ത് അത്തരത്തിൽ മൊഴി കൊടുത്തിട്ടുള്ളതായിട്ടോ മറ്റൊന്നും എനിക്ക് അറിയില്ല. എങ്ങനെയാ മറ്റുള്ളവർക്ക് മൊഴി കൊടുക്കുന്ന അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ശ്രീജിത്ത് പോലീസിന്റെ കസ്റ്റഡിയിലല്ലായിരുന്നു. അല്ല, ശ്രീജിത്ത് മറ്റുള്ളവർക്ക് മൊഴി കൊടുത്തു എന്നല്ല പറഞ്ഞത്. ശ്രീജിത്ത് പോലീസിന് മൊഴി നൽകിയതായി വാർത്തകൾ വരുന്നു. ഞാൻ അതിൽ തർക്കിക്കാത്തത് അത് പോലീസ് ആധികാരികമായി ഔദ്യോഗികമായി അത് സംബന്ധിച്ചൊന്നും പറയാത്തത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെ ചില വാർത്തകൾ വന്നിരുന്നു എന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ശരി, താങ്കൾ തുടരണം. ഡോക്ടർ CJ ജോൺ, ഒരുതരം മാനസിക പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ പത്രങ്ങളിലുമൊക്കെ കാണാറുണ്ട്, ഈ പൊതു സ്ഥലത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ നഗ്നതാ പ്രദർശനം നടത്തുക, അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുക, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രതികളെ പിടിക്കുക, അത് സംബന്ധിച്ച് വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ പലരും ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിപ്പെട്ടവരൊക്കെ ആയിരിക്കാം. അതല്ലാത്ത ഒരു തരം മനോരോഗവും ഇത്തരത്തിലുള്ള ഈ ഇടപാടുകൾ, ഈ ചേഷ്ടകൾക്ക് പിന്നിലൊക്കെ ഉണ്ട് എന്നത് താങ്കൾക്കും നന്നായി അറിയാമല്ലോ. ഇതൊരു തരത്തിലുള്ള മാനസികമായി ചികിത്സിക്കേണ്ടുന്ന ഒരു വിഷയമായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ലേ? അത്തരത്തിലുള്ള കേസുകൾ നിരവധി റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇതിലൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ പൊതു ഇടങ്ങളിൽ പെൺകുട്ടികളുടെ മുമ്പിൽ നഗ്നത പ്രദർശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു രതിവൈകല്യം തന്നെയാണ്. പക്ഷേ രതിവൈകല്യം അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നം എന്നുള്ളത് കൊണ്ട് അവർ ചെയ്യുന്ന കുറ്റകൃത്യത്തിന് യാതൊരു വിധത്തിലുള്ള
ഒരു ആനുകൂല്യവും കിട്ടില്ല. കാരണം ഒരു വ്യക്തിത്വത്തിൽ നിന്ന് വരുന്ന കാര്യമാണ്. അപ്പം ഇതൊരു മാനസിക രോഗമാണ് അല്ലെങ്കിൽ ഒരു മാനസിക വൈകല്യമാണ് എന്ന് പറയുന്നത് കൊണ്ട് അതുകൊണ്ട് അതിൻ്റെ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കപ്പെടും എന്നൊരു ധ്വനി വേണ്ട. അപ്പം ഈ കേസിൽ ഇപ്പം ബഹുമാനപ്പെട്ട കോടതി പോക്സോ ഇതിൽ പ്രയോഗിക്കാമോ ഇല്ലയോ എന്നുള്ളത് ലഭ്യമായിട്ടുള്ള തെളിവ് വെച്ചിട്ടാണ് ആ നിഗമനം നടത്തി എന്നുള്ളതാണ്. കാരണം പോക്സോ പോലൊരു നിയമം വരുമ്പം തീർച്ചയായിട്ടും അത് ഗൗരവത്തോടെ കണക്കാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്ന സർവേയിലൊക്കെ കാണിക്കുന്നത് ഏതാണ്ട് 39% കുട്ടികൾ ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള ചില ഈ തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നുണ്ടെന്ന്. അതിൽ ഈ എക്സിബിഷൻസും എല്ലാം വരും, എല്ലാം ചേർന്നിട്ട്. ഇപ്പോൾ പോർണോഗ്രാഫിക് അശ്ലീല ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുക, അശ്ലീല രീതിയിൽ സംസാരിക്കുക, എന്തിന് ലൈംഗികമായിട്ടുള്ള ഇടപെടലുണ്ടാവുക, ഇതെല്ലാം ചേർന്നിട്ട് 39% കുട്ടികൾ ഈ തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയാവുന്നുണ്ട്. പലപ്പോഴും പല കാരണം കൊണ്ടും ഇത് കേസായി വരുന്നില്ല. ഇപ്പം ഇതിൻ്റെ തന്നെ ചർച്ച പോകുമ്പോൾ നമ്മളൊന്ന് നോക്കുക. ഇപ്പം ഇതിൽ മുഖ്യമായിട്ടുള്ള ഒരു ആരോപണം വരുന്നത് ഈ കുട്ടികൾ തെറ്റായിട്ടുള്ള ഒരു പരാതി കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ സാധ്യതയായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചതാണ് എങ്കിൽ ഈ കുട്ടികൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ട്രോമ അല്ലെങ്കിൽ ഈ തരത്തിലുള്ളൊരു എക്സിബിഷനിസത്തിന് വിധേയമായതിൻ്റെ മാനസിക പ്രശ്നങ്ങളുടെ കൂടെ നമ്മളൊരു പുതിയ പ്രശ്നത്തോടെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊരു കള്ളം പറഞ്ഞു എന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴും നമുക്കറിയില്ല. പക്ഷേ ഒരു കുട്ടി കള്ളം പറയുന്നു എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ കള്ളം പറയുന്നു എന്നുള്ളത്, അത് എന്തു തന്നെ ആയാലും അത് സത്യമാണെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാകാവുന്ന ഒരു ട്രോമയുണ്ട്. കാരണം ഓരോ ലൈംഗിക അതിക്രമങ്ങളും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ മാനസിക വളർച്ചയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്, ആഘാതമാണ്. കാരണം അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് ആ പ്രായത്തിൽ അവസാനിക്കുന്നില്ല. വളർന്നു വരുമ്പോഴെല്ലാം ആ ഒരു ലൈംഗിക അതിക്രമത്തിൻ്റെ വ്യഥകൾ ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ അതിൻ്റെ സ്വാധീനമുണ്ടാവും, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഏതാണ്ട് ഒരാളെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ നിയമവ്യവസ്ഥയും കണക്കാക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്ത് എന്ന് നമുക്കറിയില്ല. കോടതിയിൽ തെളിയേണ്ടതാണ്. അത് വരാതെ നമുക്ക് വിശദീകരണം വരേണ്ടതുണ്ട്. ഡോക്ടർ, അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ എക്സിബിഷനിസം എന്ന് നമ്മൾ പറയുന്ന ഇത് ഒരുതരം വൈകൃതമാണ്. അതിൻ്റെതായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം. പക്ഷേ അതിൻ്റെ ആനുകൂല്യത്തിൻ്റെ പേരിൽ ആരെങ്കിലും നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനും പാടില്ല. പക്ഷേ ഇവിടെ ഈ കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കേണ്ട ആ നിയമം ഇത്തരം കേസുകളിൽ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ നിയമത്തിന് എന്ത് പ്രസക്തി എന്ന് നമ്മൾക്ക് ചോദിക്കേണ്ടി വരില്ലേ? ഇപ്പോൾ ഈ കേസ് മാത്രം കണക്കിലെടുത്താൽ അല്ല, തീർച്ചയായിട്ടും അതിലിപ്പോൾ ആ നിയമം എന്തുകൊണ്ട് പ്രയോഗിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ സാധുത അതിൽ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അറിയാത്തൊരു കാര്യത്തിനെ കുറിച്ച് പറയാൻ പാടില്ല. പക്ഷേ സാധാരണഗതിയിൽ ഒരു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു ലൈംഗിക അതിക്രമത്തിൻ്റെ ആരോപണം ഉണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി അന്വേഷിക്കേണ്ടതും ഒരു സ്ത്രീ പോലീസ് ഓഫീസർ യൂണിഫോമിലല്ലാതെ കുട്ടിയുടെ വീട്ടിൽ പോയി തെളിവെടുക്കേണ്ടതും ആ തരത്തിലുള്ള ചില ചിട്ടവട്ടങ്ങളൊക്കെ പോക്സോയിലുണ്ട്. അതെല്ലാം ഇതിൽ പാലിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം പാലിച്ചിട്ടാണ് ചെയ്യേണ്ടത്. എന്തായാലും കോടതി ഇതിൻ്റെ എല്ലാ വസ്തുതകളും വിലയിരുത്തിയിട്ടായിരിക്കണം ആ തരത്തിലുള്ളൊരു നിഗമനവും ജാമ്യവും എല്ലാം അനുവദിച്ചതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അപ്പോൾ അതിലൊരു സ്വാധീനത്തിൻ്റെ അംശം ഉണ്ടോയെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. കാരണം ഇതെല്ലാം ഓപ്പൺ ഡോക്യുമെൻ്റ് ആണ്. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അതിലെന്തെങ്കിലും പാളിച്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാകും. ഞാൻ വരാം. അഡ്വക്കേറ്റ് കെ ഹരിദാസ്, ഇവിടെ ഇപ്പോൾ ശ്രീജിത്ത് രവിയെ പോലെ ഒരു ചലച്ചിത്ര താരം, അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു കള്ളക്കേസിൽ കൊടുക്കണമെന്ന് ഈ നാട്ടിൻപുറത്തെ സ്കൂളിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ആ സ്കൂളിലെ അധ്യാപകർക്കോ ഒന്നും ആഗ്രഹമുണ്ടാവില്ല. അതിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ലല്ലോ. ഇതിൽ എന്തൊക്കെയോ ചില സംശയങ്ങൾ, ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരില്ലേ? അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്ന ശ്രീജിത്ത് രവി അവിടെ നിൽക്കുന്നു, കുട്ടികൾ ചെല്ലുന്നു, അതിനുശേഷമാണ് ഈ മുതിർന്നവർക്ക് അവിടെ ഇടപെടേണ്ടി വരുന്നത്. അങ്ങനെ മുതിർന്നവർക്ക് അവിടെ ഇടപെടേണ്ടി വന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സന്തോഷ് എഴുത്തച്ഛൻ പറഞ്ഞപ്പോൾ മുതിർന്നവരുടെ ഇടപെടൽ അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞു. പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അത് മുതിർന്നവർക്ക് അവിടെ ഇടപെടേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായി. അത് എങ്ങനെ വന്നു?
അത് ഏതെങ്കിലും ഗൂഢാലോചനയാണ്, അങ്ങനെയൊക്കെ സംശയിക്കുന്നത് ശരിയാണോ? ഇതിൽ എവിടെയൊക്കെയോ ചില സംശയങ്ങൾ ശ്രീജിത്ത് രവിക്ക് നേരെ ഉയരുന്നില്ലേ? ഞാൻ പറയുന്നത് ശ്രീജിത്ത് രവി ഈ സംഭവത്തിൽ ഉൾപ്പെട്ടോ ഉൾപ്പെട്ടില്ലയോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു ക്രിമിനൽ അന്വേഷണത്തിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കേണ്ട കാര്യത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെങ്കിലും ചില വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒരു കാരണം പറയാം, നമ്മുടെ ജിഷ കേസിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഈ പ്രതിയെ ഞാൻ പറയാം ഒന്ന് ഈ ഇദ്ദേഹത്തെ ഈ കുട്ടികൾ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് ഇന്നാണ്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാണ് കുട്ടി തിരിച്ചെടുത്തു അറിഞ്ഞു എന്ന് പറയുന്നത്. ഒരു പ്രതിയെ ഇവർക്ക് ചിലപ്പോൾ സെലിബ്രിറ്റി ആവാം, പരിചയക്കാരനാവാം, അല്ല വല്ല ഉന്നത ഉദ്യോഗസ്ഥന്മാരാകാം, സാധാരണക്കാരനാവാം, എന്തോ ആയിക്കോട്ടെ. ഇന്നലെ വൈകിട്ട് മുതൽ മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തെ കാണിച്ചുകൊണ്ടിരിക്കുക, റിപ്പോർട്ടർ ഉൾപ്പെടെ. ഇദ്ദേഹത്തെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു, പോലീസ് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം ഒരു തിരിച്ചറിയൽ പര്യടനം എന്ത് സാധ്യതയാണുള്ളത്? അത് പോക്സോ വളരെ ശക്തമായ നിയമമാണ്. ഞാൻ ഒരിക്കലും പോക്സോനെ കുറ്റം പറയുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞ പോലെ ഇന്നാണ് തിരിച്ചറിഞ്ഞത് എന്ന് പറയുന്നത് സാങ്കേതികമായി മാത്രമല്ല, ഈ വാഹനത്തിന്റെ നമ്പർ അടക്കം പരാതി കൊടുത്തപ്പോൾ തന്നെ ശ്രീജിത്ത് രവിയെ കുട്ടികൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ തന്നെയാണ് കുട്ടികൾ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അതിലൊരു തിരിച്ചറിയൽ എന്ന് പറയുന്നത് കേസിന്റെ നടപടിക്രമങ്ങളുടെ ശ്രീജിത്ത് രവിയെ സ്പോട്ടിൽ, അതാണ് ഞാൻ പറഞ്ഞത്. കുട്ടികൾ അന്ന് അദ്ദേഹം ഏതാനും സമയം അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം വണ്ടി ഓടിച്ചു പോയി എന്നാണ് FIR പറയുന്നത്. FISL മൊഴിയിൽ അങ്ങനെയാണ്, അദ്ദേഹം ഓടിച്ചു പോയി, ചില ആളുകൾ ഫോളോ ചെയ്തു, കിട്ടിയില്ല. അത്തരമൊരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഭാവിയിൽ ഈ കേസ് കോടതിയിൽ വിചാരണ വരുമ്പോൾ നേരത്തെ നമ്മുടെ സുഭാഷ് വാസു സാർ പറഞ്ഞ പോലെ ഇത് നാളെ ഈ കുട്ടികൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ഈ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് കൊണ്ട് കോടതി പോയാൽ കോടതി വലിച്ചെറിയും, അത്രയേ ഉള്ളൂ. എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വരിക, ചിത്രം വരിക, TV-കളിൽ വാർത്ത കാണിക്കുക, പിന്നെ അത് ഐഡൻറ്റിഫിക്കേഷൻ. ഞാൻ പറയുന്നത് ഈ പോക്സോ വളരെ ശക്തമായ നിയമമാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ കോടതി മുന്നിൽ പ്രാഥമികമായി ജാമ്യം കൊടുക്കണോ ജാമ്യം കൊടുക്കണ്ടേ എന്ന ചിന്ത മാത്രമേ കോടതി മുന്നിൽ ഉണ്ടായിട്ടുള്ളൂ. കോടതി തോന്നി 3 വർഷം വരെ ശിക്ഷ കൊടുക്കാവുന്ന കുറ്റങ്ങൾ മാത്രമേ ആരോപിക്കപ്പെട്ടിട്ടുള്ളൂ. പോക്സോയിൽ 8-ാം വകുപ്പ് 9-ാം വകുപ്പോ അല്ലെങ്കിൽ 7-ാം വകുപ്പോ 7 വർഷവും 10 വർഷമൊക്കെ ശിക്ഷ കൊടുക്കാവുന്ന വകുപ്പുകളുണ്ട്. ഈ ഇദ്ദേഹം കുട്ടികളെ ശാരീരികമായി ഉപദ്രവിച്ചൊരു കേസില്ല, ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കോടതി പ്രഥമ ദൃഷ്ടിയ ഈ ജാമ്യം കൊടുക്കാവുന്ന ഒരു കേസാണെന്ന് കോടതി നിഗമനത്തിലെത്തുകയും കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ ഇത്തരമൊരു ഗൗരവപ്പെട്ട കേസിൽ നടപടിക്രമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ അതിന് അറസ്റ്റിനെ കുറിച്ച് പറഞ്ഞേ. അറസ്റ്റ് പോലും നിർബന്ധമല്ല. കാരണം നമ്മൾ പറയുന്ന ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീകരമായ സംഭവമാണ് തർക്കമില്ല കാര്യത്തിൽ. അതേസമയത്ത് ഇദ്ദേഹം ഒരു വരാം, സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സുഭാഷ് ബാബു, ഇക്കാര്യത്തിൽ പോലീസിന് നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടാകാം. അതാണ് ഒരു പക്ഷേ ജാമ്യം ലഭിക്കുന്നതിലേക്ക് പോലും അത്തരത്തിലുള്ള സാഹചര്യം കോടതിയിൽ ഉണ്ടായതെന്നാണ് ഒരു ഭാഗം ആരോപിക്കുന്നത്. ഇവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും തിടുക്കത്തിൽ നടപടിയെടുത്തു, തിടുക്കത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി, വിശദമായ പരിശോധന, അറസ്റ്റിന് മുമ്പ് നടത്തേണ്ടുന്ന പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതുകൊണ്ട് വളരെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി എന്നതാണ് ആക്ഷേപം. അങ്ങനെ ഇത്തരം കേസുകളിൽ പോലീസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഇങ്ങനെയുള്ള കേസുകളിൽ പ്രധാനമായിട്ട് എന്തായാലും വലിയൊരു പൊതുവികാരം ഉണ്ടാവും. ആ വികാരം പോലീസ് ഈ അറസ്റ്റ് താമസിപ്പിക്കുകയാണെങ്കിൽ അത് മുഴുവൻ പോലീസിനോട് ഭരണ സംവിധാനത്തിനും എതിരെയുള്ള വലിയ വ്യാപകമായ വിമർശനമാവും. ഇപ്പം പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ ശക്തമായി പോലീസിനെ വിമർശിക്കും. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ വിമർശനങ്ങൾ ഒഴിവാക്കേണ്ടതും ആ ജനങ്ങളുടെ വിശ്വാസ്യത ഏൽക്കേണ്ടതും കൂടെ പോലീസിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വാധീനിക്കാൻ കഴിയുള്ള അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന വ്യക്തികളുടെ കേസുകളാകുമ്പോൾ അത് ശ്രദ്ധയോടുകൂടി എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ള സ്വാഭാവികമായിട്ട് എടുക്കുന്ന നടപടിയാണ്. ഇല്ലെങ്കിൽ ആരോപണങ്ങൾ വരും, അതിന് ഉത്തരം പറയാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട വക്കീൽ സുഹൃത്ത് പറഞ്ഞിരുന്നു. ഈ പ്രതിയെ യാതൊരു കാരണവശാലും നേരിട്ട് ഈ കുട്ടി പിന്നെ കാണാൻ പാടില്ല, പോലീസ് കാണിക്കാൻ പാടില്ല. അതിൻ്റെ ചിത്രമോ വീഡിയോ ചിത്രീകരിച്ച ചിത്രങ്ങളോ മാത്രമേ കാണിച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. വ്യക്തിയെ നേരിട്ട് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് ട്രയൽ നടക്കുമ്പോൾ പോലും പ്രതിയെ കുട്ടി കാണാൻ പാടില്ല. കാണാത്ത രീതിയിൽ മറച്ചു വെച്ച് നടപടികൾ ഈ ബോർഡിൻ്റെ അല്ലെ കോടതിയുടെ നടപടികൾ ഈ പ്രതി കാണണം എന്നല്ലാണ്ട് കുട്ടി യാതൊരു കാരണവശാലും അദ്ദേഹത്തിനെ കാണാൻ പാടില്ല എന്നൊക്കെ നിയമത്തിൽ വളരെ കർശനമായിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫോൺ ലൊക്കേഷൻ നോക്കിയിട്ടുണ്ടാവും, ഫോൺ കോൾസ് വന്നു എന്ന് പറയുന്നുണ്ടാവും, ആരാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ കുട്ടി പരാതി കൊടുത്ത് ആരുടെയൊക്കെ അടുത്താണ് പറഞ്ഞത് ആരുടെയൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടാവും. ഇതെല്ലാം നോക്കുന്ന സമയത്തിനുള്ളിൽ പോലീസിന് ഏകദേശം ഒരു ഉത്തമ ബോധ്യം തീർച്ചയായിട്ടും അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പ്രാഥമികമായിട്ട് തോന്നിയിട്ടുണ്ടാവും. ആ തെളിവ് ശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടി മാത്രം പറയുകയാണ് എന്നെ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ കോടതി അത് അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ പറയുക, വിശദമായ വാദത്തിന് ശേഷം നിരപരാധിത്വം ധരിക്കാനുള്ള അവസരം കൊടുക്കുന്നതുകൊണ്ട് ഈ പ്രാഥമിക അവസരത്തിൽ അങ്ങനെ വിശദമായിട്ടൊന്നും അത് നോക്കേണ്ട കാര്യമില്ല കോടതിക്ക്. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആരുടെയെങ്കിലും വീഴ്ച ഉണ്ടാകും, അല്ലെങ്കിൽ കോടതി തന്നെ ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യമാണ് ജാമ്യം കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. എന്നാലും സ്വാഭാവികമായിട്ട് ഈ അന്വേഷണത്തിൻ്റെ പ്രാഥമിക അവസരത്തിൽ ഇതിനകത്തിലെ പൂർണ്ണമായിട്ടൊരു വിശകലനം ചെയ്ത് ഇതിന് കുറ്റമുണ്ടോ ഇല്ലയോ എന്ന് കാണേണ്ടതല്ല. കുട്ടി എന്നെ അങ്ങനെ കാണിച്ചു എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, ആ കേസ് ഡയറിയിലുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ, പിന്നെ അദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞതായിട്ട് പോലീസ് പറയുകയാണെങ്കിൽ അത് ധാരാളം മതി, അത് വെച്ച് ജാമ്യം കൊടുക്കാതിരിക്കാമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അവർ കൊടുക്കില്ല. അങ്ങനെ വല്ലതും കോടതിക്ക് തോന്നി ജാമ്യം കൊടുത്തതായിരിക്കാം. എന്നാലും സ്വാഭാവികമായിട്ട് ഇതിനകത്ത് താൽക്കാലം അതിന് ജാമ്യം പിന്നെ തൊട്ടുകളിയും അതേമാതിരിയുള്ള വല്ല പീഡനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പം കോടതി ഒരു അനുകമ്പാപൂർവ്വം കൊടുത്തതായിരിക്കാം. എന്നാലും പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. വേണമെങ്കിൽ ഡോക്ടർ CJ ജോൺ, ഇക്കാര്യത്തിൽ നമുക്ക് പലപ്പോഴും വലിയ സ്നേഹമുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള കേസുകളിൽ പെടുമ്പോൾ സ്വാഭാവികമായും മനോവിഷമം ഉണ്ടാകാറുണ്ട്. ആ കേസിൻ്റെ മെറിറ്റിലേക്ക് നമുക്ക് ആഴത്തിൽ പോകാനും കഴിയില്ല. പക്ഷേ ഇതിപ്പോൾ കൊച്ചിയിൽ ഇതുപോലെ ഒരു തിരക്കഥാകൃത്ത് ഇങ്ങനെ ഒരു കേസിൽ പെട്ടിരുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് സമാനമായ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നാട്ടിൽ അറിയുന്നവരാണ് അന്നൊക്കെ ആ കേസിൽ പെട്ടത്. അതുകൊണ്ട് അതൊക്കെ വാർത്തയാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തു. നമുക്കറിയാത്തവരൊക്കെ ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ പെടുന്നുണ്ട്. എങ്ങനെയാണ് ആളുകൾ ഈ രീതിയിലുള്ള വൈകൃതങ്ങളിലേക്ക് പെട്ടുപോകുന്നത്? അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? അല്ല, ഇത് വളരെ ഒരു സങ്കീർണമായിട്ടുള്ള മാനസികാവസ്ഥയാണ്. അപ്പം നമ്മുടെ ഒരു ലൈംഗികതയിൽ ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു ലൈംഗികത രൂപപ്പെട്ടു വരുമ്പം പലപ്പോഴും ഒരു ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ നിന്ന് വ്യതിചലിച്ച് പലപ്പോഴും വൈകൃതങ്ങളിലേക്കൊക്കെ നമുക്കൊരു അഭിനിവേശം ഉണ്ടാകുന്ന സാഹചര്യം വരുന്നുണ്ട്. അത് ചെറുപ്രായത്തിലുള്ള ചില അനുഭവങ്ങളും എല്ലാം അതിൽ ഒരു ഗണ്യമായിട്ടുള്ള സ്വാധീനം ചെലുത്താം. ഇപ്പം ചെറുപ്രായത്തിൽ തന്നെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളിൽ പോലും ഇത്തരം പ്രവണതകൾ കൂടുതൽ വരാറുണ്ടെന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വളരെ കർശനമായിട്ട് അതിന് ഉള്ള നടപടികൾ വേണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ സത്യത്തിൽ ഈ തരത്തിലുള്ള വ്യക്തികളെ ഉണ്ടാക്കിയെടുക്കുന്നതിന് തുല്യമാണ് ഒരു പക്ഷേ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നാണ് വരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം വിജയകുമാർ, ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു ക്ലിനിക്കൽ സിറ്റുവേഷനിൽ ഒരു കുട്ടി പഠനത്തിൽ പിന്നോക്കമായിട്ട് വരുമോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും പ്രശ്നമായിട്ട് വരുമ്പം ആ ഒരു ക്ലിനിക്കൽ എവാലുവേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടായി ആ കുട്ടിയുടെ ജീവിതത്തിൽ അടുത്ത കാലത്ത് നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് പോലീസിന് റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കാനുള്ള വകുപ്പുകൾ പോക്സോയിലുണ്ട്. അത്രമേർ കടുത്തതാണ്. കാരണം ഞങ്ങളിപ്പോൾ ഒരു ഡോക്ടറാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി പാലിക്കണം എന്നൊന്നും വിചാരിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ ഡോക്ടറോട് ഇത് പറഞ്ഞിരുന്നു എന്ന് പറയും, ഡോക്ടർ അത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടറെ ശിക്ഷിക്കാൻ വകുപ്പുണ്ട്. കേരളത്തിൽ തന്നെ ഒരു ഡോക്ടറെ അറസ്റ്റ് ചെയ്ത ചരിത്രമുണ്ട്. അപ്പോൾ അത്രമേൽ കർക്കശമാണ് ഈ നിയമം. ആ നിയമത്തിൻ്റെ നടപടിക്രമങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ ഒരാൾ നമ്മൾ കുറ്റം തെളിയിക്കപ്പെടുന്നവരെ ഒരാളെ നമ്മൾ കുറ്റവാളി എന്ന് പറയാനും പാടില്ല. ആ നിലയിൽ ആ പ്രമുഖ നടൻ്റെ പേര് പോലും പറയുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു ആനുകൂല്യം നൽകേണ്ടി വരും. പക്ഷേ വേറൊരു കാര്യം, ഇതുപോലുള്ള ലൈംഗികത കാണിക്കുന്നു എന്ന് പറയുന്നതിനോട് ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ളൊരു നിലപാട് പലപ്പോഴും സമൂഹം എടുക്കാറുണ്ട്. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, അങ്ങ് മിണ്ടാതിരുന്നുകൂടെ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, ഇത്രയല്ലേ ചെയ്തുള്ളൂ, സാരമില്ല, പരാതിക്കൊന്നും പോകണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ നിസ്സാരവൽക്കരിക്കാറും ഉണ്ട്. അതും ഉണ്ടാകാൻ പാടില്ല. ശരിയാണ്. ഇവിടെ അങ്ങനെ സംഭവിച്ചു പോകുമായിരുന്ന സാഹചര്യത്തിൽ നിന്നും അത് വേറൊരു തലത്തിലേക്ക് പോയി. അതിന് പോലീസ് നൽകുന്ന വിശദീകരണം, ആ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിൻ്റെ ഭർത്താവ് ഈ ഘട്ടത്തിൽ ഈ സ്ഥലത്തെത്തുകയും അദ്ദേഹം ഈ ആരോപണ വിധേയനായ ആളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു.
അത് വേറൊരു സ്റ്റോറി അക്കാര്യത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ പരാതി നിലനിന്നു പോകുന്നതിന് പ്രധാന കാരണമായി തോന്നുന്നത്. ശ്രീ അഡ്വക്കേറ്റ് സന്തോഷ് എഴുത്തച്ഛൻ, ഇപ്പോൾ ഇവിടെ FIR നിലനിൽക്കുകയാണ്. FIR റദ്ദാക്കപ്പെട്ടിട്ടില്ല. ഈ പ്രഥമ ദൃഷ്ട്യ അദ്ദേഹത്തിന് എതിരെ ചുമത്തിയ ഈ പ്രത്യേക നിയമം നിലനിൽക്കില്ല എന്ന് കോടതി പറയുകയും ജാമ്യം കൊടുക്കുകയും ചെയ്തു. FIR അതേപടി നിലനിൽക്കുന്നു. ശ്രീജിത്ത്, ഇതിനുശേഷം ഈ കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിതനായ ശേഷം താങ്കളുമായി സംസാരിച്ചോ? തുടർ നിയമ നടപടികൾ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞോ? FIR റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ? ശ്രീജിത്ത് തികച്ചും ഒരു നിരപരാധിയാണ്. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ കഷ്ടകാലത്തിന് ഒരു കേസിൽ പോയി എങ്ങനെയോ ഉൾപ്പെട്ടു. തിരിച്ചിപ്പോ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം അദ്ദേഹം ജാമ്യത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. നീതിയിലുള്ള വിശ്വാസത്തിൽ അദ്ദേഹം ഇരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം മാനസികമായിട്ട് വല്ലാതെ തളർന്നിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നും അദ്ദേഹം ഇപ്പോൾ തയ്യാറല്ല. അതിനുള്ള മാനസികാവസ്ഥയും അദ്ദേഹത്തിന് ഇല്ല. പിന്നെ ഇതിൽ കൂടുതൽ നിയമ നടപടികളോ മറ്റു കാര്യങ്ങളോ വേണമെന്ന് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അദ്ദേഹത്തിനെ ഒന്ന് മാനസികമായി റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അല്ല അത് ശരിയാണ്, സ്വാഭാവികമായും അങ്ങനെ തന്നെ. പക്ഷേ എന്തായാലും അതായിരിക്കുമല്ലോ തുടർന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നിയമ നടപടി. ഈ ഘട്ടത്തിൽ ഈ കേസായി നിലനിന്നു പോകുക എന്നതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിലും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ തുടർന്ന് നിയമ നടപടികളിലേക്ക് തന്നെ പോകേണ്ടി വരുമല്ലോ? തീർച്ചയായിട്ടും ഇതില് നിയമത്തിൽ പൂർണ്ണമായി നമുക്ക് വിശ്വാസമുണ്ട്. അതിലുപരി ദൈവത്തിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരാനാവും ഈ കേസിൽ നിന്ന് എന്നാണ് ശ്രീജിത്ത് രവിയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പ്രാർത്ഥനയും പ്രതീക്ഷയും. സന്തോഷ്, ഇക്കാര്യത്തിൽ ഇതൊരു കള്ളക്കേസാണെങ്കിൽ അത്രത്തോളം ഒരു ഡാമേജ് ഒരാൾക്കുണ്ടാകാനേ ഇല്ല. അത് ഒരു തരത്തിലും പരിഹരിക്കപ്പെടാൻ കഴിയാത്തതുമാണ്. അതുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഉൾപ്പെട്ടു എന്ന നിലയിലല്ല നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ കൂടി ഇതൊരു കള്ളക്കേസാണ്, അദ്ദേഹത്തെ ബോധപൂർവം ഇതിൽ പെടുത്തിയതാണ്, ഇതിൽ ഏതെങ്കിലും തരത്തിൽ കുറഞ്ഞ സമയത്തേക്കുള്ളതാണെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ താങ്കൾ ആദ്യമേ തന്നെ ഉന്നയിച്ച സാഹചര്യത്തിൽ ആ നിലയ്ക്ക് കൂടി ഇതിനെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് കാലിക പ്രവൃത്തികളെ വലിയൊരു പ്രാധാന്യമുള്ള വിഷയമാണ്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ ശ്രീജിത്ത് രവി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഇതൊന്ന് ഒഴിവാക്കി അദ്ദേഹത്തിനെ വല്ലാതെ ചെയ്ത് കരിയറിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് പോകരുത് ദയവായിട്ട്. തീർച്ചയായിട്ടും ഇതുവരെ നല്ല രീതിയിലാണ് ചർച്ച പോകുന്നത്, ഞാൻ സമ്മതിക്കുന്നു. ഇതാണ് എനിക്കിതിൽ കൂടുതലായിട്ട് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. ശരി, തീർച്ചയായും അങ്ങനെ തന്നെ ഇതിനെ കാണാനാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സുഭാഷ് ബാബു, ഈ ഇത്തരം കേസുകളിൽ കോടതികളിൽ നിന്ന് ഇതിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി ആ കേസിൻ്റെ ഗൗരവം നഷ്ടപ്പെടുകയും പിന്നീട് അത് വലിയ പരിഗണനയില്ലാതെ കോടതിയുടെ സാധാരണഗതിയിലുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഏതെങ്കിലും ഘട്ടത്തിൽ വിളിക്കുകയും പിന്നീട് കുറ്റപത്രം കൊടുക്കുകയും ഒക്കെ ചെയ്ത് അതങ്ങനെ വിസ്മൃതിയിലാണ്ട് പോകാറാണ് പതിവ്. ഇവിടെയും ഈ കേസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ ഇവിടെ ശ്രീജിത്ത് ഈ വേറൊരു തരത്തിൽ ഇതിൻ്റെ FIR റദ്ദാക്കണമെന്നതടക്കം ഉള്ള വിഷയങ്ങളുമായി മേൽക്കോടതിയൊക്കെ സമീപിക്കായിരിക്കും. പക്ഷേ ഇത് പെൺകുട്ടികളുടെ പരാതി നിലനിൽക്കുന്നുണ്ട്, FIR നിലനിൽക്കുന്നുണ്ട്. ജാമ്യം ലഭിച്ചതോടുകൂടി ആ കേസിൻ്റെ സ്വാഭാവികമായ കരുത്ത് ചോർന്നുപോയി എന്ന് കരുതാനാകുമോ? ഇല്ല, കേസിൻ്റെ കരുത്ത് കൊഴിയില്ല, പക്ഷേ അതിൻ്റെ കേസിൻ്റെ ഗൗരവം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ പറയുക, ജനങ്ങൾ ഇങ്ങനൊരു നിയമമുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ ഈ നിയമത്തിൽ ഒരുപാട് പ്രതീക്ഷയുള്ള ആളുകളാണ്, രക്ഷിതാക്കൾ അതിനേക്കാൾ പ്രതീക്ഷയുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ജാമ്യം കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം കുറഞ്ഞു. അതുകൊണ്ട് അത് വീക്കായി പോയി എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. കാരണം തെളിവ് അനുസരിച്ച് കോടതി പോയാൽ ശിക്ഷിക്കാം, ചിലപ്പോൾ തെളിവില്ലെങ്കിൽ വെറുതെ വിടാം. പക്ഷേ ഈ കേസിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഞങ്ങളെ ഈ രീതിയിൽ ആംഗ്യം കാണിച്ചു എന്ന് തെളിവ് കൊടുക്കുന്നതല്ലാതെ എന്ത് തെളിവാണ് ഇതിനകത്ത് കിട്ടാനുള്ളത്? ഒരു തെളിവുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അതിന് ഫോണിൻ്റെ ലൊക്കേഷൻ, പിന്നെ അദ്ദേഹം ആ സമയത്ത് വേറെ ആരോ അവിടെ വരും, ആരോടെ വിളിച്ചിരുന്നു. അവിടെ ഞാൻ മെസ്സേജുകൾ നോക്കി, ഇത് നോക്കിയെന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നമ്മുടെ ബഹുമാന്യന വക്കീൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ നോക്കുക. അതല്ല ഈ സമയത്ത് ഒന്നും നോക്കാതെ, ഫോൺ ഓപ്പൺ ചെയ്യാതെ, മെസ്സേജ് നോക്കാതെ, ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതെ ഇരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സാഹചര്യത്തിൽ ഈ കേസ് സംഭവിക്കാം എന്ന നിഗമനത്തിലേക്ക് കോടതി എത്തേണ്ടി വരും. അതല്ലാതെ കുട്ടികൾ പറഞ്ഞ സ്ഥിതിക്ക് അത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞത് അടിസ്ഥാനരഹിതമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ലാതെ അതിനകത്ത് ഒരു തെളിവും പ്രാഥമികമായിട്ട് കിട്ടില്ല.
ഇനിയിപ്പോൾ ഫോണിനകത്ത് കോളുണ്ടോയെന്നൊക്കെ അതിനെയും ശാസ്ത്രീയമായി ഫോൺ പരിശോധിച്ചതിന് ശേഷം മാത്രം എടുക്കേണ്ട തെളിവാണ്. അത് 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒന്നും കിട്ടില്ല. പ്രാഥമികമായിട്ട് പോലീസ് നോക്കിയിട്ടുണ്ടാവും, അവർ പ്രാഥമികമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യില്ല. അറസ്റ്റ് ചെയ്തതിന് ശേഷം ആണ് നടപടി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, അതിനകത്ത് ഒരു വിശ്വസനീയമായ ഒരു സാഹചര്യം പോലീസിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് തീർച്ചയായിട്ടും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പോലീസ് അത് ചെയ്യില്ല. കാരണം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇനി കള്ളക്കേസ് പെൺകുട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ പേര് കേസ് നിൽക്കില്ല, വേറെ ആരെങ്കിലും കൊടുത്താൽ മാത്രമേ അത് അവരെ ശിക്ഷിക്കാൻ അതിനകത്ത് വകുപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രാഥമികമായിട്ട് പോലീസിനെ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കുട്ടി എന്നെ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് തെളിയിക്കുന്നവരെ അത് വിശ്വസിച്ചേ പറ്റൂ. അതാണ് നിയമത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ല. അത് എവിടെയൊക്കെയോ എന്തൊക്കെയോ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ സ്വാധീനമെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തായാലും ശരി, അത് ശരിയായെന്ന് തോന്നുന്നില്ല. പോലീസ് തന്നെ അപ്പീൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ശരി, അത് കൊടുക്കാതിരിക്കുക പോലീസിന്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ജയിലിന് തന്നെ കണ്ടീഷനിലാണ് ഹൈക്കോടതി പോയി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ തീരുമാനമെടുക്കാൻ പോലീസിന് സാധിക്കും. ഡോക്ടർ CJ ജോൺ, നമുക്ക് ഈ സ്കൂളുകളിലേക്ക് പോകുന്ന പെൺകുട്ടികൾ, കോളേജുകളിലേക്ക് പോകുന്ന പെൺകുട്ടികൾക്കൊക്കെ ഇത്തരം പരാതികൾ ഉന്നയിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായി അങ്ങനെ ഉന്നയിക്കേണ്ടി വരുന്നുണ്ട്. സ്കൂൾ അധികാരികളുടെയോ അല്ലെങ്കിൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെയോ ഒക്കെ അടുത്ത് ഈ പരാതികൾ എത്തുകയും അത് ഫോർവേഡ് ചെയ്യുകയുമാണ്, പോലീസിൻ്റെ അടുത്തേക്ക് ഫോർവേഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചൈൽഡ് ലൈനൊക്കെയാണ് അതിലിടപെടുന്നത്. ചിലത് അവിടെ വെച്ച് അവസാനിക്കും, മറ്റു ചിലതായിരിക്കും പോലീസിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാതികൾ ഉന്നയിക്കപ്പെടേണ്ടി വരുന്നത്? നമുക്ക് പൊതുവായി ഈ മലയാളികളുടെ ഒരു പൊതുവായി ഇത്തരത്തിലുള്ള ചർച്ചകളിലൊക്കെ പറയുമ്പോൾ മലയാളികൾക്ക് ആകെപ്പാടെ എന്തോ തകരാറുകളുണ്ട്, മാനസികമായ തകരാറുകളുണ്ട്, എല്ലാവർക്കും കൗൺസിലിംഗ് വേണം, എല്ലാവർക്കും ചികിത്സ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞു പോകാറുണ്ട്. അത്തരത്തിൽ വളരെ സങ്കീർണമായ ഒരു സാഹചര്യം ഉണ്ടോ കേരളത്തിൽ? അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, സംഭവിക്കുന്നതിൻ്റെ ഒരു 100-ൽ 1 പോലും പോലീസിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ അധികാരികളുടെയോ ശ്രദ്ധയിലോ വരുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം പല കാരണം കൊണ്ടും അത് പരാതിപ്പെടാതെ പോകുന്നുണ്ട്. കാരണം എന്തിനാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്തിനാ ഇതുപോലൊരു ബുദ്ധിമുട്ടിൽ വന്നിട്ട് ഒരു പൊതു ചർച്ചയുടെ ഇതിൽ ഏതായി പെൺകുട്ടി എന്ന് അന്വേഷിക്കേണ്ട രീതിയിലേക്ക് പോകണ്ടേ എന്നുള്ളൊരു ആശങ്കയെല്ലാം ഇത് കൊടുക്കുന്ന ആളുകൾക്കുണ്ടാവും. കാരണം ഇപ്പം തന്നെ ഏതായി പെൺകുട്ടികൾ എന്നുള്ളൊരു സ്വാഭാവികമായിട്ടൊരു ക്യൂരിയോസിറ്റി അത് മലയാളിക്ക് വലിയ കുഴപ്പം ചെയ്യുന്നതാണ്. കാരണം ഇത്തരം കേസുകൾ ഉത്ഭവിക്കാനും ഇതിൽ പരാതി ഉണ്ടാകാതിരിക്കാനും വരുന്ന ഒരു പ്രധാന ഘടകം ഇതാണ്. അപ്പോൾ ഈ ചർച്ച കഴിയുമ്പോഴും മിക്കവാറും പ്രദേശത്തുള്ള ആളുകൾ ഏതായിരിക്കും ഈ പെൺകുട്ടി എന്ന് ചോദിക്കുന്നൊരിതും അതുണ്ടാകാൻ പാടില്ല. ആ ഒരു അനോണിമിറ്റി, അതാരുമായിക്കോട്ടെ, അങ്ങനെ ഒരു കേസ് ഉത്ഭവിച്ചു എന്നുള്ളതിൽ ആ ഇരയായിട്ടുള്ള ആളുകളെ വെറുതെ വിടുകയും ആ ഇരയെ അന്വേഷിച്ചിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി എലമെൻ്റ് ഇല്ലാതാക്കുകയും ചെയ്യുക. ആ ക്യൂരിയോസിറ്റി എലമെൻ്റാണ് സത്യത്തിൽ മലയാളിയുടെ ഒരു വലിയ രോഗമായിട്ട് കാണുന്നത്. പിന്നെ ഈ തരത്തിലുള്ള അതിക്രമങ്ങളെല്ലാം കാണിക്കുന്നത് കേരളത്തിൽ കൂടുതലാണെന്ന് പൊതുവെ പറയാറുണ്ട്. കാരണം ഇപ്പോൾ ചെന്നൈയിലൊന്നും ചെന്ന് കഴിഞ്ഞാൽ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറില്ല എന്ന് അവിടെ ജോലി ചെയ്യുന്നവരും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ നമ്മൾ ലൈംഗികതയെ ഒരു ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ആരോഗ്യകരമായിട്ടൊരു അവബോധം ഉണ്ടാകാൻ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ എല്ലാം ഒരു ഊന്നൽ മുഴുവൻ ഈ കിട്ടുന്ന ബ്ലൂ ഫിലിമുകളും പോണോഗ്രാഫിക് ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ തലയിൽ എന്തൊക്കെയോ ചില സങ്കല്പങ്ങൾ കയറിപ്പോവുകയും വലിയ പ്രതിഷേധമൊന്നും കാണിക്കാത്ത ഒരു ഇര വരുമ്പം അത്യാവശ്യം പ്രാക്ടിക്കലി ചെയ്യുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്ന ചില ഉൾപ്രേരണകൾ വളരുകയും ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ളൊരു ലൈംഗികതയിലേക്ക് പോകാനുള്ളൊരു മനസ്സ്, ലൈംഗിക വിദ്യാഭ്യാസം അതുപോലുള്ള കാര്യങ്ങൾ വഴി വന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ കൂടും. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ പൊതുസ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന പരാതികൾ ഉയരുന്നത്. ഇപ്പോൾ ഈ കേസിലും റോഡരികിൽ വെച്ചിട്ട് ആണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന പരാതികൾ ഉയർന്നു വരുന്നത്. അപ്പോൾ കുറെ കൂടി നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ഏജൻസികളൊക്കെ കുറെ കൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇടയ്ക്ക് വന്ന വാർത്തകൾ, ഈ പരാതി കൊടുത്ത കുട്ടികളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് അവരുടെ മൊഴിയെടുക്കുന്ന ഘട്ടമുണ്ടായി. അവരോട് നിങ്ങൾ പറയുന്ന ആളൊന്നുമല്ല, അയാൾ അങ്ങനത്തെ ആളല്ല എന്ന് പോലീസ് ന്യായീകരിക്കുന്നു. പിന്നീട് വാർത്തകളൊക്കെ വരുമ്പോൾ അങ്ങനെ നടപടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെ ഈ കുട്ടികൾ ആ പരാതിയിൽ ഉറച്ചു നിന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ FIR-ലേക്കും ഈ അറസ്റ്റിലേക്കും ഒക്കെ നയിച്ചത്. അങ്ങനെ പല കേസുകളിലും പോലീസ്, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ പഞ്ചായത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഇല്ലേ? അല്ല, ഈ കേസുകൾ
നേരം ബഹുമാനപ്പെട്ട നമ്മുടെ മനഃശാസ്ത്ര ഡോക്ടർ പറഞ്ഞ മാതിരി ഇത് അറിയുന്ന ആളുകൾ നിർബന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്തോണം. റിപ്പോർട്ട് ചെയ്യുന്നില്ല. പത്രപ്രവർത്തകർ ഉൾപ്പെടെ ഇങ്ങനെ ഒരു വിവരം അറിയുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തില്ല അവരെ ശിക്ഷിക്കാമെന്ന് ഇതിനകത്ത് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ആർക്കും ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആ വിവരം അത് ഒതുക്കി വെക്കാനോ അല്ലെ മറച്ചു വെക്കാനോ കഴിയില്ല. കാരണം അത് നാളെ അത് പുറത്തു വരികയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തി ഉൾപ്പെടെ പ്രോസിക്യൂഷന് വിധേയനാകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ നിയമത്തെ സംബന്ധിച്ചിടത്തോളം നിയമം അറിയാത്ത ആളുകൾ അത് ചെയ്തേക്കാം, പക്ഷെ അറിയുന്ന ആളുകൾ ചെയ്യില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുമ്പോൾ അവരുടെ തടിക്ക് പിടിക്കുക എന്നുള്ള ഉത്തമ ബോധ്യത്തിലായിരിക്കും അവർ ചെയ്യുന്നത്. അതല്ല, അത് ചിലപ്പോൾ റിസ്ക് എടുത്ത് ആരെങ്കിലും ചെയ്തേക്കാം. പക്ഷെ പൊതുവിൽ ഇങ്ങനെയുള്ള കേസുകൾ വരുന്ന അവസരത്തിൽ പോലീസും അതങ്ങനെ റിസ്ക് എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പിന്നെ അതിനുശേഷം വരുന്ന വഴിക്ക് പൊക്കോട്ടെ, പരാതി ശരിയാണോ തെറ്റാണോ അതിന് പ്രാഥമികമായ തെളിവുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം ഇത് വേണോ വേണ്ടയോ എന്ന് ചോദിക്കുക. അല്ലാണ്ട് ആദ്യമേ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. കാരണം അവർ പോലീസ് അങ്ങനെ ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് അവർക്കിപ്പം ആർക്ക് വേണേൽ മൊബൈലിലെടുക്കാം അല്ലെ വീഡിയോയിലെടുക്കാം. എടുത്തതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥ കഴിയും. അപ്പോൾ അതുകൊണ്ട് പോലീസിന് പരീക്ഷണത്തിന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭയമാണ്. അപ്പം ഞങ്ങളൊക്കെ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കും, ഇത് ഇന്ന അപകടങ്ങളുണ്ട്, അത് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇതിനകത്ത് ഭാഗ്യം പരീക്ഷിക്കരുത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൻ്റെ വഴിക്ക് പോകണം. അതിന് മാറ്റം ചിന്തിച്ചു പോയാൽ നിങ്ങളുടെ പണി പോകും എന്ന് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിനൊന്നും ഒരു പരീക്ഷണത്തിന് വിധേയമാകുമെന്ന് അല്ലെങ്കിൽ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രഥമദൃഷ്ട്യാ അവർക്കൊരു ഉത്തമ ബോധ്യം വരാത്ത സാഹചര്യത്തിൽ അറസ്റ്റും റിമാൻഡും എന്തായാലും ഉണ്ടാകില്ല. അത് കേസിലേറെ നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു അലംഭാവം പൊതുവിൽ അതിനകത്ത് ഉണ്ടാകുകയാണെങ്കിൽ അയാൾ അതിൻ്റെ റിസ്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയെടുത്തതായിരിക്കും. അല്ലാണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് അറിയാതെ ചെയ്യും എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ചെയ്യുന്നുണ്ടെങ്കിൽ അധിക പ്രസംഗമായിരിക്കും, വീഴ്ചയാണ്. അത് വീഴ്ചയ്ക്ക് അദ്ദേഹം സമാധാനം പറയേണ്ടി വരും എന്നാണ്. അവസാനമായി അഡ്വക്കേറ്റ് ഹരിദാസ്, ഈ കേസിൽ പോലീസ് നടപടികളിലെ വീഴ്ച കൊണ്ട് ഇതിൽ ശ്രീജിത്തിന് ജാമ്യം കിട്ടിയതാണോ അതോ സ്വാഭാവികമായും അദ്ദേഹം അത് അർഹിച്ചത് തന്നെയായിരുന്നോ? എങ്ങനെയാണ് ചുരുങ്ങിയ വാക്കുകളിൽ? ഈ കേസിൽ പ്രതിഭാഗം പ്രധാനമായും ഉന്നയിച്ചൊരു വാദം FIR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പോക്സോ സെക്ഷൻ 11-12 ഉൾപ്പെടുത്തിയിരുന്നില്ല. പോലീസ് ആക്ടിലെ 119(1)(2) വകുപ്പുകൾ പ്രകാരവും IPC 354A 509 വകുപ്പുകൾ പ്രകാരവും മാത്രം കേസെടുക്കുകയും പിന്നീട് വലിയ മാധ്യമങ്ങളിലെ വലിയ വാർത്ത വന്നതിന് ശേഷം പോക്സോയിലെ 11-12 എഴുതി ചേർത്തു എന്നാണ് പ്രധാനപ്പെട്ട വായിച്ചിട്ടുള്ളത്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ പോക്സോ പ്രകാരം ഒരു കുറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരാതി വന്ന 27-ാം തീയതി തന്നെ പോലീസ് പോക്സോ വകുപ്പ് ചേർക്കണമായിരുന്നു. ചേർത്താൽ മാത്രം പോരാ, FIR പോക്സോ വളരെ ഗുരുതരമായ കുറ്റമാണ്. അതിൻ്റെ FIR എക്സ്പ്രസ് FIR ആയി ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് അയക്കണം. അതൊന്നും ചെയ്യാതെ പിന്നീട് പോക്സോയിലെ 11-12 കൂട്ടിച്ചേർത്താൽ സ്വാഭാവികമായും കോടതിക്ക് സംശയം ഉണ്ടാവില്ലേ? അതാണ് അക്കാര്യത്തിൽ ആ സംശയത്തിൻ്റെ ആനുകൂല്യമാണ് ഇവിടെ ആരോപണ വിധേയന് ലഭിച്ചത്, ശ്രീജിത്തിന് ലഭിച്ചത്. ആ ഒരു കാര്യമാണ് പ്രതിഭാഗം ആനുകൂല്യമാണ് പ്രധാനമായും പ്രതിഭാഗം വാദിച്ച ഒരു പോയിന്റ് അതായിരുന്നു. ലഭിച്ചത്. ശരി, നമുക്ക് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടർ നിയമ നടപടികൾ ഇപ്പോൾ ഏതായാലും ശ്രീജിത്ത് രവി അദ്ദേഹത്തിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. പോലീസിന് ഈ FIR രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ തുടർ നടപടികൾ എന്ന നിലയിൽ അവർക്ക് മുന്നോട്ട് പോകേണ്ടി വരും. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾക്കായി കാത്തിരിക്കുകയും ചെയ്യാം. എഡിറ്റേഴ്സ് അവർ ഈ ഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഇന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട കോടതി നടപടികൾ ഉണ്ടായ സാഹചര്യത്തിലായിരുന്നു ഈ വിഷയം പരിഗണനയ്ക്കെടുത്തത്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ CJ ജോൺ, അഡ്വക്കേറ്റ് സന്തോഷ് എഴുത്തച്ഛൻ, അഡ്വക്കേറ്റ് K ഹരിദാസ്, ശ്രീ സുഭാഷ് ബാബു, എല്ലാവർക്കും നന്ദി.